من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجهم أمهاتهم وأولو الأرحام بعضهم أولياء بعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم ولا فخر وأول شافع وأول مشفع أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ അനുവർത്തിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 12 ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജുമുഅ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ പള്ളിയിലെത്തുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥകൾ പലപ്പോഴും എന്നതുപോലെ വളരെയേറെ വേദനയും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും പല പ്രദേശങ്ങളിലും അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഒക്ടോബർ 3 നേരത്തെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. പിന്നീട് അത് ചില കാരണങ്ങളുടെ പേരിൽ അത് ഒഴിവാക്കി മാറ്റിവെച്ചു. അത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വഖഫ്, അതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് ഹദറവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റർ കാണിച്ചതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ നൂറ്റാണ്ടുകളായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മസാജിദുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരു ചിത്രം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. പുറത്തേക്ക് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന് വളരെയേറെ ദീനിയായ ബന്ധമുള്ള, വൈകാരികമായ ബന്ധമുള്ള പ്രദേശങ്ങൾ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നീതിബോധമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ കിരാതമായ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെയൊക്കെ ചരിത്രങ്ങളും ചരിത്ര പശ്ചാത്തലങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും തുടങ്ങിയതും അല്ലെങ്കിൽ അവിടെ മറ്റുള്ളിടത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1948 മുമ്പ് ഈ ഭൂലോകത്തിന്റെ ഒരു ഭൂപടം എടുത്താൽ, ഒരു മാപ്പ് എടുത്താൽ, ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല. ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അതിനുശേഷമുള്ള ഭൂപടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഫലസ്തീൻ അത് അവിടുത്തെ അടിസ്ഥാനമായി അവിടെ വസിച്ചു വന്നവർ അറബികളാണ്. ചരിത്രപരമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. മനുഷ്യവാസമോട് ആരംഭിക്കുന്ന കാലഘട്ടത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാ ചരിത്രകാരന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലസ്തീൻ ഭൂപ്രദേശത്തെ ആദ്യത്തെ നിവാസികൾ കാനാനികളാണ്, അമൂരികളാണ്, അവരെല്ലാം അറബ് ഗോത്രങ്ങളാണ്. ജസീറത്തുൽ അറബിൽ നിന്ന് വടക്കോട്ട് പലായനം ചെയ്ത് ഈ പ്രദേശങ്ങളിൽ പോയി കുടിയേറി താമസിച്ചവരാണ് ഈ അറബികൾ. അവരാണ് അവിടുത്തെ അസിൽ, ആ നാടിന്റെ അവകാശം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ഒരു സ്ഥിരവാസം നടത്തിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ടു മക്കൾ ഇസ്മായിൽ അലൈഹി സ്വലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാം രണ്ടുപേരും ഫലസ്തീനിലാണ് ജനിച്ചത്. ഇബ്രാഹിം നബി ഇറാഖിൽ നിന്ന് ഹിജ്റ ചെയ്ത് വന്നതാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മക്കയിലേക്ക് വരികയായിരുന്നു. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യാക്കൂബ് നബിയാണ് ഇസ്രായേലികളുടെ ഗോത്ര പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ. ഇസ്ഹാഖ് നബിയുടെ കാലഘട്ടത്തിൽ തന്റെ മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈജിപ്തിൽ അധികാരം കിട്ടിയപ്പോൾ കുടുംബത്തോട് അവിടേക്ക് പോയി താമസിച്ചവർ. അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു പിതൃഭൂമിയാണെന്ന് അവകാശപ്പെടാനും ഇവിടുത്തെ ആദ്യത്തെ നിവാസികൾ ഞങ്ങളാണെന്ന് പറയാനും ചരിത്രപരമായി രേഖകളും തെളിവുകളും ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് ശരിക്കും യഹൂദികൾ. എന്നാൽ അവർ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവർ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ സമ്പൂർണമായി ഇല്ലാതാക്കി അവിടെ ആ നാട്ടുകാരായ തദ്ദേശീയരായ ദശലക്ഷക്കണക്കിന് അറബികളെ നാട്ടിൽ നിന്ന് മാറ്റിയോടിച്ച് വളരെ അക്രമപരമായി സ്ഥാപിച്ചെടുത്ത ആ അക്രമങ്ങൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇസ്രായേൽ, രാജ്യമാണ് ഇസ്രായേൽ. ഇന്ന് അവർക്ക് ലോകതലത്തിൽ മേൽക്കോയ്മ ബാഹ്യമായിട്ട് ആയുധങ്ങളുടെയും മറ്റും പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ നാട്ടിലെ ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ തിരിച്ചൊന്നും ചെയ്യുന്നവരോടല്ല, വെറും സാധാരണക്കാരായ നാട്ടുകാരുടെ മേൽ വലിയ ആയുധങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അതതിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കും. ലോകത്ത് മുസ്ലിം സമുദായം മാത്രമല്ല, യൂറോപ്യൻ യൂണിയന്റെ പല രാജ്യങ്ങൾക്ക് പോലും അവരുടെ ഈ കിരാതമായ നിലപാടുകളോട് അസഹ്യത തോന്നുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പുറപ്പെട്ടിരിക്കുന്ന കപ്പലുകൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുന്നു. സഹോദരങ്ങൾ, ഇങ്ങനൊരു വലിയ അനീതി അറബികളുടെ മേൽ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുപോലെ യഹൂദികളെ സംബന്ധിച്ച് നമുക്കറിയാം, അവര് 1948 ഇങ്ങനെ ഒരു ഇസ്രായേൽ രാഷ്ട്രം, സൈനിസം, അവർക്ക് ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ കൂടി അറബികളുടെ മുസ്ലിമീങ്ങളുടെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്ന് ഏതെല്ലാം രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം മറികടന്ന് അവരൊരു ചെറിയൊരു രാജ്യം സ്ഥാപിച്ച് ഈ പറയപ്പെട്ട ലോകരാജ്യങ്ങളുടെ തണലിൽ അവരവിടെ താമസിച്ചെങ്കിൽ ഇന്ന് അതിർത്തികൾ നിശ്ചയിക്കപ്പെടാത്ത ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ നിലനിൽക്കുക. എല്ലാ രാജ്യത്തിനും ഒരു അതിർത്തിയുണ്ട്, അവരെന്നും അതിർത്തി നിശ്ചയിച്ചിട്ടില്ല. ജസീറത്തുൽ അറബിലൂടെ കടന്നുപോയി തുർക്കി വരെ നീണ്ടു കിടക്കുന്ന ഒരു ജൂതരാഷ്ട്രത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്, അങ്ങനത്തെ ഒരു ഭൂപടവുമായിട്ടാണ് ഇസ്രായേൽ ലോകത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏത് വൻശക്തി പറഞ്ഞാലും ഏത് രാജ്യങ്ങൾ പറഞ്ഞാലും കേൾക്കാതെ ഇന്ന് വരെയുള്ള എല്ലാ കരാറുകളെയും പൊളിച്ചുകൊണ്ടുള്ള ഒരു അക്രമപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളും എല്ലാ സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പറയുകയും കേൾക്കുകയും സമരം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതിലുപരി ഒരു പരിഹാരത്തിലേക്ക് ഇന്ന് വരെ അത് എത്തിച്ചേർന്നിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയും,
കുറച്ച് അറബികളൊക്കെ നമ്മൾ ചീത്ത പറയും. അതിനപ്പുറത്തേക്ക് അതിന്റെ ദീനിയായ ഒരു വശത്തിലേക്കൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് അവിടുത്തെ കാര്യം. നമ്മുടെ രാജ്യവും ഒട്ടും അവസ്ഥകൾ നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും അത്ര നല്ല അവസ്ഥയിലല്ല പോകുന്നത്. യഹൂദി മതത്തിലേക്ക് ഒരാൾക്ക് കൺവെർട്ട് ചെയ്ത് കയറാൻ കഴിയില്ല. മനുഷ്യൻ ഞാനിന്ന് ജൂതനാകാൻ പോവാണെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. അതൊരു വംശീയതയുടെ മതവിശ്വാസമാണ്. ആ പാരമ്പര്യത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ജൂതമതത്തിൽ ഉൾപ്പെടാൻ കഴിയുള്ളൂ. അതാണ് സയനിസം. അതിന്റെ തീവ്ര രാഷ്ട്രീയ രൂപമാണ് സയനിസം. അവരാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപപ്പെടുത്തിയത്. നമ്മുടെ രാജ്യത്തും ജാതീയത നിലനിൽക്കുന്ന സമൂഹത്തിൽ, ഫാസിസത്തിൽ ഒരാൾക്ക് മതമായി എത്താൻ അങ്ങനെ കഴിയില്ല. അതുപോലെ വംശീയതയുടെ, ഒരു ജാതീയതയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇപ്പൊ ചില സാമ്യങ്ങളുണ്ട്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശികൾ, ശഅബുല്ലാഹുൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ കക്ഷികൾ. ബാക്കിയാരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ പ്രിയപ്പെട്ടവരുമാണ് എന്നാണ് അവരുടെ വാദം. നമ്മുടെ ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അറബികൾ താമസിച്ച പ്രദേശത്തേക്ക് ചേക്കേറി അവരെ ആട്ടി പുറത്താക്കി, അവരെ നാട് കടത്തി, അവരുടെ വീട്ടിൽ കയറി അവരുടെ സാധനങ്ങൾ ഉൾപ്പെടെ കൊള്ളയടിച്ച് താമസമാക്കുക. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ രണ്ടൊറ്റത്ത്, വെസ്റ്റ് ബാങ്കിൽ ഗസ എന്ന് പറയുന്ന രണ്ട് പ്രദേശത്ത് മാത്രം കുറച്ചൊക്കെ പച്ചപ്പം മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്നതും കൂടെ ഇല്ലാതാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വിജയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് എന്റെ മേൽ ബാധ്യതയാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. യഹൂദികൾ ആയുധം കൊണ്ട് മാത്രമല്ല നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത്. ഈ സമുദായത്തെ ഈമാനികമായി, ദീനിയായി, ആദർശപരമായി, വിശ്വാസപരമായി ഇല്ലായ്മ ചെയ്യാനുള്ള സകല പദ്ധതികളും അവർ ലോകത്ത് സമ്പൂർണമായി വ്യാപിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനും അവർക്ക് ലോകതലത്തിൽ മേൽക്കൈകളുണ്ട്. ആ ചിന്താഗതികളും ആ വിശ്വാസങ്ങളും ആ ആദർശങ്ങളും ആ രീതിയും ആ ശൈലിയും അതൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിത മാർഗമായി, ജീവിത വഴിയായി, ജീവിത ശൈലിയായി മാറുമ്പോൾ ഇനി ഖുർആനിൽ പറഞ്ഞ സഹായമൊന്നും നമ്മളെ തേടി എത്തുകയില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ബറേലെ, യു പിയിലെ ബറേലയുടെ പ്രദേശങ്ങളിൽ മുസ്ലിമുകൾ പുറത്തിറങ്ങാൻ, ജനങ്ങൾ പുറത്തിറങ്ങാൻ പേടിക്കുകയാണ്. ഉണ്ടായ സംഭവം എന്താണ്? നബി ദിനത്തിനായി മുഹമ്മദ് പറഞ്ഞൊരു പോസ്റ്റർ മുക്കി. ഇതിന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു പുലിവാൽ ഉണ്ടാകുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പോസ്റ്റർ വിളിച്ചെന്ന് എന്തുവരാണ്? ഇവിടെ ഓരോരുത്തരും അവർ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ചിലർ ആരാധിക്കുന്ന, ചിലർ ആദരിക്കുന്ന അവരുടെ പുണ്യ പുരുഷന്മാരെയോ നേതാക്കന്മാരെയോ പ്രവാചകന്മാരെയോ ദൈവങ്ങളെ എന്ന് പേര് വിളിക്കുന്ന ആർക്കും അസ്വസ്ഥതയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം, ഓരോരുത്തരും അവരുടെ ഇഷ്ടം അനുസരിച്ച് വിളിക്കുന്നു. അതിൻ്റെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ട് പോലും വളരെ സിമ്പിളായ, വളരെ ചെറിയ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ ലോകത്തൊരു വിശ്വാസിക്ക് കഴിയും? ഒരു മനുഷ്യന് ഇസ്ലാമിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചാലേ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുള്ളൂ. ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ ഇരിക്കാൻ ലോകത്തൊരു മുസ്ലിമും കഴിയില്ല, ഒരു വിശ്വാസിക്കും കഴിയില്ല. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണത്. പക്ഷെ അതുപോലും അസഹ്യമായിരിക്കുന്നു. ഒരു കാലഘട്ടത്തില് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നോക്കാൻ എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
പ്രകീർത്തിച്ചുകൊണ്ട് എത്രയോ ഗ്രന്ഥങ്ങളാണ് എഴുതിയിരിക്കുന്നത്, എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു അമുസ്ലിമീങ്ങളായ ആൾക്കാർ. എത്രയോ പദ്യങ്ങൾ ചൊല്ലിയിരിക്കുന്നു അമുസ്ലിമീങ്ങളായ കവികൾ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഉറുദു മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഉറുദുവിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് നാട്ടുകൾ എഴുതിയ നൂറുകണക്കിന് കവികളെ നമുക്ക് കാണാൻ കഴിയും. അതിനെ സമാഹരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ 300-400 പേരുടെ കവിതകളൊക്കെ സമാഹരിച്ച ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു മുസ്ലിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുന്നതിനേക്കാൾ കൂടുതലായി അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചത്. കാരണം നമുക്ക് പുകഴ്ത്തുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. നമ്മൾ അള്ളാഹുവിന്റെ റസൂലായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ അള്ളാഹുവിന്റെ റസൂലായിട്ടല്ല, അവർ അള്ളാഹുവായിട്ടാണ് പലപ്പോഴും പ്രവാചകനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം. ശ്രീനാരായണ ഗുരു പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും ഉറുദുവിലും ഹിന്ദിയിലും തമിഴിലും രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ ഭാഷകളിൽ മുസ്ലിമീങ്ങളല്ലാത്തവർ എഴുതിയ എത്ര കവിതകൾ, കവിതാ സമാഹാരങ്ങൾ എന്ന് മാത്രമല്ല ഇതര മതഗ്രന്ഥങ്ങളെ അധികരിച്ച് ഇതര മതഗ്രന്ഥങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമർത്ഥിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ എത്ര ആൾക്കാർ. വേദഗ്രന്ഥങ്ങളിലെ പ്രവാചകൻ, ബൈബിളിലെ പ്രവാചകൻ, ഭാരതീയ ദർശനങ്ങളിലെ പ്രവാചകൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ടൈറ്റിലുകളിൽ പുരാണങ്ങളിലും ഭാരതീയ ദർശനങ്ങളിലുമൊക്കെയുള്ള ശ്ലോകങ്ങളും വാക്കുകളും ഒക്കെ ഉദ്ധരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ഒരുപാട് ഗ്രന്ഥകർത്താക്കൾ നമുക്ക് കാണാൻ. ശരിയായ രീതിയിൽ മതം പഠിച്ചിട്ടുള്ള, മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ ശരിയായി അപഗ്രഥിച്ചിട്ടുള്ള അമുസ്ലിമീങ്ങളായ അവരുടെ വേദത്തിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ, അവർ വളരെ ആദരവോടെ ബഹുമാനത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മതത്തെ, ആത്മീയതയെ അധികാരത്തിനുള്ള ഒരു കുറുക്കുവഴിയാക്കി മാറ്റിയ രാഷ്ട്രീയ മലിനമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നത് പോലെ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയാണ് ലോകത്ത് പ്രചരിപ്പിച്ചത് എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ബദ്ധവൈരികളായി നമ്മൾ കാണുന്ന RSSന്റെ നേതാക്കന്മാര് പോലും ഒരു കാലഘട്ടത്തിൽ നബിദിന സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പങ്കെടുത്ത് പറയുന്നത് ഭഗവാൻ മുഹമ്മദ് നബി എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ മുഹമ്മദ് നബി, അങ്ങനെയാണ് പ്രകീർത്തിച്ചത്. കാരണം വേദഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയൂ. പ്രവാചകനെ ആക്ഷേപിക്കുക, നിന്ദിക്കുക, അവഹേളിക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം അവരിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലോകം വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു ചെറിയ പങ്ക് അല്ലാഹുവിനെയും റസൂലിനെയും ഒക്കെ ആക്ഷേപിക്കുന്നതിന് അല്ലെങ്കിൽ വലിയ പങ്ക് നമുക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് അവസ്ഥകൾ ഇങ്ങനെ മാറി? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും. ഒരു മടിയുമില്ല എന്ന് പറയാം. ഞങ്ങളുടെ ഒരു സമൂഹത്തിന്റെ മേൽ എന്തായിരിക്കും അല്ലാഹുവിന്റെ നിലപാട് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കും. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്ന ചെറുതോ വലുതോ ആയ വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആരിൽ നിന്ന് സംഭവിച്ചപ്പോഴും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇടപെട്ടതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അത് തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തങ്ങളുടെ ഇണകളിൽ നിന്നാണെങ്കിലും, തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തങ്ങളുടെ സഹാബികളിൽ നിന്നാണെങ്കിലും, ഇനി ശത്രുക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ അവിടെ അല്ലാഹു ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ തഹരീം, സൂറത്തുൽ അഹ്സാബ് ഇതൊക്കെ പരിശോധിക്കുന്നവർക്കറിയാം. തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളോട് രഹസ്യം പറഞ്ഞു. ആ രഹസ്യം അവർ മറ്റൊരു ഭാര്യയോട് പറഞ്ഞു.
അതിന്റെ പേരിൽ ചില വിഷമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. അല്ലാഹു തആല ഇടപെടുന്നു. നിങ്ങൾ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വബുക്കാഹ. നിങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒഴിവാക്കി വിട്ടാൽ തൗബ ചെയ്യുന്ന സത്യവിശ്വാസിനികളായ വഴിപ്പെടുന്ന അല്ലാഹുവിനെ അനുസരിക്കുന്ന സൂക്ഷ്മതയുള്ള ഏത് കാര്യത്തിലും പൂർണ്ണമായി കീഴ്പ്പെടുന്ന അല്ലാഹുവിനെ ഭയപ്പെടുന്ന കന്യകളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ ഭാര്യയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമെന്ന് അല്ലാഹു തങ്ങളുടെ ഭാര്യമാരോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശം ഖുർആനിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിത ചെലവുകളുടെ വിഷയത്തിൽ ഒരല്പം വിശാലത ആവശ്യപ്പെട്ടപ്പോ യാ നബി കുല്ലി അസ്വാജ് ഇൻ കുന്തുന്ന തുരിദിന അൽഹയാത അദ്ദുനിയ വസീനതഹ ഫതആലൈ ഉമത്തിഉകുന്ന വസജ്ജിഉകുന്ന സറാഹൻ ജമീല. പ്രവാചകരെ തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയും, അവർക്ക് ഭൗതിക ജീവിതത്തിന്റെ സുഖവും രസവും ആനന്ദവും ഒക്കെയാണ് വേണ്ടതെങ്കിൽ അവരെ ഒഴിവാക്കി വിട്ടേക്കാമെന്ന് പറയും. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഒഴിവാക്കി വിട്ടേക്കാമെന്ന് നിങ്ങൾ പറയും. ഇതൊക്കെ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഞങ്ങളുടെ ഭാര്യമാർ എത്ര പരിശുദ്ധവതികളാണ്, അവരെത്ര പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഭൗതികമായ സുഖത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, പാർപ്പണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ. എന്നിട്ടും ചിലപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഇത്ര ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന പ്രവാചകനോടൊപ്പം ജീവിക്കാനുള്ള ആത്മീയമായ ശക്തി നിങ്ങൾ കൊണ്ടോ ഇല്ലയോ എന്ന് അല്ലാഹു പരീക്ഷിക്കാറുണ്ട്. അവർ കൊണ്ടോ ഇല്ലയോ? അവരാ പരീക്ഷണത്തിൽ വിജയിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ തിരഞ്ഞെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നബിതങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്ന് രണ്ട് നിസ്സാരമായ കാര്യം വന്നപ്പോൾ അല്ലാഹു ഇടപെട്ടത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെല്ലാം ഖുർആൻ പരിശോധിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഒരു കാര്യത്തിൽ സംസാരിച്ചപ്പോൾ ഒരല്പം ശബ്ദം കൂടിയപ്പോഴാണ് നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിലാകരുത്. നിങ്ങൾ നിങ്ങളെ പരസ്പരം സംബോധന ചെയ്യുന്നത് പോലെ പ്രവാചകനെ വിളിക്കരുത്. നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും, ചെയ്തതെല്ലാം തീർന്നു പോകും. നിങ്ങൾ അറിയാതെ തന്നെ അല്ലാഹുവിന്റെ ഗൗരവമായ ഇടപെടൽ നമുക്ക് കാണാം. സഹാബാക്കളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വിളിച്ചു. ഒരു സൽക്കാരത്തിന് വേണ്ടി അവരാഹാരം കഴിച്ചു. കുറഞ്ഞ സമയം അവിടെ ഇരുന്നു, പരസ്പരം എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നി, ഇവർ അറിഞ്ഞില്ലല്ലോ ഇത്ര നേരമായിട്ട്. അല്ലാഹുവിന്റെ ഇടപെട്ടോ. നിങ്ങളെ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചാൽ അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോകുക. നിങ്ങൾ പ്രവാചകനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, പ്രവാചകനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ തിരുത്തുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നിട്ട് പോലും അല്ലാഹു തആല അത് സഹിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്തിയ ശത്രുക്കളോട് കടുത്ത ഭാഷയിൽ അല്ലാഹു സംസാരിച്ചത് ഖുർആനിൽ കാണുന്നു. അബൂജഹലിനോട് പറഞ്ഞു, കല്ല ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. അബൂജഹലിനോട് അല്ലാഹു തആല പറഞ്ഞു, ഈ പ്രവാചകനെ വകവരുത്താമെന്നാണല്ലോ നീ മോഹിക്കുന്നത്. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ ലനസ്ഫഅൻ ബിന്നാസി, നിന്റെ നിർഗന്ധതയ്ക്ക് പിടിക്കും, നിന്റെ ഉച്ചയ്ക്ക് പിടിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാജനായ നിന്റെ ഉച്ചയ്ക്ക് പിടിക്കും. അല്ലാഹുവിന്റെ ഗൗരവമായ സംസാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് തബ്ബലക എന്ന് പറഞ്ഞതേ ഉള്ളൂ. അബൂലഹബ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു അധ്യായം അവതരിപ്പിച്ചു.
നീ നശിച്ചു, നീ നശിക്കും, നീയും നിന്റെ ഭാര്യയും നശിക്കും. ഖുർആനിന്റെ ഗൗരവമായ പ്രഖ്യാപനം. അപ്പൊ ശത്രുക്കളാണ് പ്രവാചകന്റെ നേരെ വന്നെങ്കിൽ അവരോട് അല്ലാഹു തആല ഇടപെട്ടിട്ടുണ്ട്. മിത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നേരെയും അല്ലാഹു തആല ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും പരസ്യമായി ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തോടുള്ള റബ്ബിന്റെ നിലപാടെന്തായിരിക്കും? റബ്ബിന്റെ നിലപാടെന്തായിരിക്കും? നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. അല്ലാഹുവിന്റെ ഭാഗത്ത് വലിയ അദാബുകൾ വരാനുള്ള കാരണമായി തീരും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകക്രമം ഇവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. മുസ്ലിമീങ്ങളായ നമുക്കിവിടെ കുറെ ബാധ്യതകളും കുറെ കടമകളും കടപ്പാടുകളും അല്ലാഹു തആല ഏറ്റവും ഉയർന്ന പ്രവാചകനെ നമുക്ക് നിയോഗിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഏറ്റവും ഉയർന്നതാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ മനുഷ്യരിൽ ഏറ്റവും ഉയർന്നയാളാണ്. ഞാൻ അഹങ്കാരം പറയുകയില്ല. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സമാനാണ് ഏറ്റവും ഉയർന്ന സമാൻ, ഏറ്റവും ഉയർന്ന കാലഘട്ടം. നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എത്രയോ നൂറ്റാണ്ട്, പതിറ്റാണ്ട്, ആയിരത്താണ്ട് കഴിഞ്ഞു. എന്നിട്ട് ആരുടെയെങ്കിലും ഒരു തിന്മയുമില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. നബി ഭൂമിയിലേക്ക് വന്ന്, ഹവ്വ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു. അവർ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു ഘട്ടം, അതും ഒരു ഖൈറുൽ ഖുറൂനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഖൈറുൽ ഖുറൂൻ, ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടം. എല്ലാ നബിമാർക്കും എല്ലാ റസൂലുകളോടൊപ്പം അനുചരന്മാരുണ്ടായിരുന്നു. കുറഞ്ഞു കൂടിയുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠരായ അനുചരന്മാരാരാണ്? സഹാബികളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുഹബത്ത്, സഹവാസം കിട്ടിയ സഹാബികൾ. അഫ്ളലുൽ ബശർ ബഅദൽ അംബിയാ ആരാണ്? അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അഫ്ളലുൽ ബശർ ബഅദൽ അംബിയാ ബിത്തഹ്ഖീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിനകത്ത് പ്രിയപ്പെട്ടയാളാണ്. ഏറ്റവും ശ്രേഷ്ഠരായ ഭാര്യമാരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അന്നബി ഔലാദുൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. പ്രവാചകൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തെക്കാൾ നിങ്ങൾക്ക് കടമയുണ്ട്, കടപ്പെട്ടവരാണ്. ആ പ്രവാചകന്റെ ഇണകൾ നിങ്ങളുടെ ഉമ്മമാരാണ്, മാതാക്കളാണ്. ലോക മുഅ്മിനീങ്ങളുടെ മാതാവിന്റെ മാതാക്കളുടെ സ്ഥാനത്തേക്കാണ് അല്ലാഹു തആല അവരെ സമർപ്പിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പ്രവാചകൻ ജനിച്ച സ്ഥലവും പ്രവാചകൻ അടക്കപ്പെട്ട സ്ഥലവും ജീവിച്ച് മരിച്ച ആ സ്ഥലങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങൾ. ഏറ്റവും ശ്രേഷ്ഠമായ പാനീയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഒഴുകി വന്ന പാനീയമാണ്. അഫ്ളൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്സാബിഇ നബിയിൽ മുത്തബ വയലിഹി മാഉ സംസം ഫൽകൗസർ വയനൈലു മിസ്ര ثم باقي الارض. അഫ്ളൽ മിയാഹി മാഉൻ ഖദ് നബഅ, ഏറ്റവും ശ്രേഷ്ഠമായ പാനീയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഒഴുകി വന്ന. അതിനുശേഷമാണ് സംസം, കൗസർ, പിന്നെ നൈൽ നദിയിലെ വെള്ളം, മറ്റ് നദികളുടെ വെള്ളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് വേണ്ടി രണ്ട് വിരലുകൾ ഒരു പാത്രത്തിലേക്ക് താഴ്ത്തി വെച്ചു. വെള്ളമില്ലാതെ വന്നപ്പോൾ ധാരാളമായിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. സഹാബാക്കൾ കുടിച്ചു പോവുകയും ചെയ്തു. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 300 പേരുണ്ടായി. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അല്ലാഹു മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമാക്കി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ നിലപാട് എന്തായിരിക്കും? ഒരു ജനതയും അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കുക എന്നതാണ് ശത്രുക്കളുടെ ഏറ്റവും വലിയ അജണ്ട. അത് ഞാൻ പറഞ്ഞത്. അക്കാലഘട്ടത്തിൽ ഇന്നും
ഹുദൈബിയ സന്ധിക്ക് വന്നിട്ട് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വന്നയാള് തിരിച്ചുപോയിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, ഇതുപോലൊരു നേതാവിനെ കണ്ടിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗശുദ്ധി വരുത്തിയാൽ വെള്ളം താഴെ വീഴില്ല, അവരത് പിടിച്ചെടുക്കും, കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് ദേഷ്യം. അത് എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. ഇങ്ങനത്തെ ഒരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല. ഈ ബന്ധ പ്രശ്നമാണ്. അങ്ങനെ നബിയുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തെ ഇല്ലാതാക്കുക എന്നതാണ് യഹൂദിയത്തിന്റെ പണി ലോകത്ത്. അതിലവർ വിജയിച്ചാൽ ബാക്കി എല്ലാത്തിനും വിജയിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന, നീതിബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും കരളലിയിക്കുന്ന രീതിയിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, ഇസ്ലാമിന് നേരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്തുണ്ടാകുന്ന കോലാഹലങ്ങൾ, ഇത്രയൊക്കെ അസ്വസ്ഥതകളും അസഹിഷ്ണുതകളും നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ നിൽക്കുമ്പോ, ഞാനൊന്ന് പ്രസംഗിച്ച് നിങ്ങളൊന്ന് കേട്ടു, നമ്മൾ രണ്ട് വർത്താനം പറഞ്ഞ് പോകലല്ല. ഇതിനെതിരെ ഒരു ശക്തമായ നടപടി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. വിധങ്ങൾ കാണിച്ചെന്ന ഒരു ദീനിൽ നിന്ന് തലപോയാലും മാറില്ല. ഞങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം മഹബത്ത് നമുക്ക് ഉണ്ടാകണം. ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടണം, അത് നമ്മൾ സ്നേഹിക്കണം, അത് നമ്മൾ ആദരവോടുകൂടി കൊണ്ടുനടക്കണം, അത് നമ്മുടെ അഡ്രസ്സും ഐഡന്റിറ്റിയുമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഇസ്ലാമിക സമൂഹം ജീവിക്കാൻ തയ്യാറായാൽ എല്ലാം റെഡിയായിട്ട് വരും, എല്ലാം ശരിയായിട്ട് വരും. വിധങ്ങൾ പറഞ്ഞ ഹലാലി ഹറാമുകളെ സൂക്ഷിക്കണം. ഇസ്ലാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇസ്ലാമായിരിക്കണം. ഇസ്ലാമായി ജീവിക്കുക. നമ്മൾ സാധാരണ ഒരു മയ്യത്ത് കണ്ണ് തിരുമി അടയ്ക്കുമ്പോൾ പറയുമല്ലോ, ഖബർ കൊണ്ട് വെക്കുമ്പോൾ പറയുമല്ലോ, ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മില്ലത്തിലായി, മതത്തിലായി ഈ മനുഷ്യനെ ഞാൻ ഖബറിലേക്ക് വെക്കുന്നു. മനുഷ്യന്റെ കണ്ണ് തിരുമി അടയ്ക്കുന്നു. ആ മില്ലത്തിലായി നമുക്ക് ജീവിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗവും ഏത് പാർട്ടും ഈ ഉമ്മത്തിലെ മുഴുവൻ ആൾക്കാർക്കും സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു ഉമ്മത്ത് രൂപപ്പെട്ടാൽ ഇന്നൊന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. എന്ത് സംഭവിച്ചാലും ദുനിയാവിലും ആഖിറത്തിലും രക്ഷയായിരിക്കും, വിജയമായിരിക്കും. ഇതതിന്റെ ഒരു കാവലായ പോയിന്റാണ്. അത് നമ്മൾ തിരിച്ചറിയാം. അവിടെയാണ് നമുക്ക് അല്ലാഹു തആല വിജയവും രക്ഷയും വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. പലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അവർക്ക് വേണ്ടി നമ്മൾ ഭൗതികമായ പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തും. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മാനസികമായ ലോകത്തിന്റെ ഒരു ഐക്യവും ഒരു ഐക്യദാർഢ്യവും ഒക്കെ ശരിയാണ്. അതൊക്കെ ആ ചെയ്യുന്നതിനൊക്കെ വളരെ പരിധിയും പരിമിതിയും ഉണ്ടല്ലോ, നമുക്ക് തന്നെ അറിയാം. പക്ഷെ അതേസമയം ഒരു പ്രദേശത്തിലെ, ഒരു നാട്ടിലെ, ഒരു രാജ്യത്തെ, ഒരു സ്റ്റേറ്റിലെ മുസ്ലിം സമുദായം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മാതൃകയാക്കി ജീവിക്കാൻ സന്നദ്ധരാകുകയും അത് മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്താൽ അതിന്റെ റിസൾട്ട് ഒന്ന് വേറെ. ലോകത്ത് ഇസ്ലാമിനെ ആദർശപരമായി വിശ്വാസപരമായി തകർക്കാൻ നടത്തുന്ന യഹൂദിയത്തിന്റെ സകല പണിയും അവസാനിക്കും, സകല പണിയും തീരും. അങ്ങനെ ചിന്തിക്കുന്ന, നമ്മളെ ദുർബലപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ എല്ലാ ശക്തിയും ചുമന്നു. അത് അല്ലാഹു തആല ഈ ദീനിൽ വെച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, തൻസുറുല്ലാഹ യൻസുറുക്കും, അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ അല്ലാഹു സഹായിക്കും. അദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായ രൂപത്തിൽ ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്ത് പിൻപറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.